നമ്മുടെ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നമ്മുടെ യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത, എന്നും ഇടവഴിയിൽ നിൽക്കുന്ന കാര്യം ഒന്നും പറയത്തില്ല. യേശു കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ, അവർ എന്നെ കൊല്ലും, കൊന്നിട്ട് മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞത് അവരെന്നെ അടിക്കും, അവരെന്നെ വഴക്കുണ്ടാക്കും, ഞാൻ പിടിക്കപ്പെടും എന്ന് മാത്രമല്ല പറഞ്ഞത്. അതിൻ്റെ മുകളിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അവർ എന്നെ പിടിക്കും, അവരുടെ കരകളിൽ ഞാൻ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ കൊല്ലും, എന്നാൽ അവിടെ കൊണ്ട് ചരിത്രം തീരത്തില്ല. മൂന്നാം നാൾ കല്ലറകളെ തുറന്ന് ഞാൻ പുറത്തു വന്ന് സ്തോത്രം എന്നേക്കും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറയരുത്, ജീവിതത്തിൻ്റെ തകർച്ചകൾ മാത്രം പറയരുത്, ജീവിതത്തിൻ്റെ പരാജയങ്ങൾ മാത്രം പറയരുത്, ജീവിതത്തിൽ വരുന്ന നിരാശകൾ മാത്രം പറഞ്ഞ് അവസാനിക്കരുത്. ഉയർത്തെഴുന്നേൽപ്പ് പറയുക, ഉയർത്തെഴുന്നേൽപ്പ് പറയുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ നിന്റെ തകർച്ചകളെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, നീ നിന്റെ പരാജയങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, യേശു പറഞ്ഞതുപോലെ തന്നെ എനിക്കിതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്.